ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലായതുകൊണ്ട് സം റാൻഡം വീഡിയോസ്. നിങ്ങളെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെറുപ്പിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളെ വെറുപ്പിക്കണം, ബട്ട് മെയിൻലി എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ജെയിൻസി ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ ചേച്ചിൻ്റെ ബർത്ത്ഡേ വിഷ് ദാറ്റ് ചേച്ചിക്ക് ലണ്ടൻ ബ്രിഡ്ജിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യണം. അതായിരുന്നു ചേച്ചീൻ്റെ ലാസ്റ്റ് ഇയറിലെ ബർത്ത്ഡേ വിഷ്. അപ്പം നമ്മൾ ബേസിക്കലി അത് സാധിച്ചു കൊടുത്തു. ലാസ്റ്റ് ഇയർ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ ഇനി ലിറ്ററലി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ വീഡിയോയോ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതർ ദാൻ ദാറ്റ് ഈ ഇയറിൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചെങ്കിലും നമ്മളെല്ലാവരും ഈ ഇയറിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടും ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ ഓഫീസിൽ ജോലിയൊക്കെ ആയിട്ട് പല സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഐ തോട്ട് ഇന്ന് എനിക്ക് എന്തായാലും ഓഫാണ്, പിന്നെ ചേച്ചി വെറുതെ വീട്ടിൽ കിടന്ന് ഉറക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഐ തോട്ട് ചുമ്മാ ചേച്ചിനെ പോയിട്ടൊന്ന് സർപ്രൈസ് ചെയ്യാം. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടത് ഐ ഷുഡ് ഗോ ബൈ സം കുട്ടി ഗിഫ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം പറ്റിയൊരു ഗിഫ്റ്റ് മേടിച്ച് ഒരു കുഞ്ഞു കേക്ക് മേടിച്ച് നേരെ ചേച്ചിയുടെ വീട്ടിൽ പോകാം. ഓക്കെ, സോ വിൽ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ഡീൽ, കം വിത്ത് മീ. എനിക്കിങ്ങനെ ഭയങ്കര എന്താ സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയുന്ന ആളൊന്നുമല്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് മോയ്സ്ചറൈസർ ഇടും, കണ്ണെഴുതും, പൊട്ടിത്തൊടും. പിന്നെ പൊട്ടിത്തൊടില്ല, മറന്നു തരാം, പൊട്ടും തൊടില്ല കേട്ടോ. എനിക്ക് പൊട്ടിട്ടെന്താ, എനിക്കിങ്ങനെ വലുതായിട്ട് സ്കിൻ കെയർ ഒന്നും അറിയുന്ന ആളല്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് മോയ്സ്ചറൈസർ ഇടും. നിവ്യ സോഫ്റ്റ് ഇവിടെ ഭയങ്കര മറ്റേ തണുപ്പായതുകൊണ്ട് എനിക്ക് നിവ്യ സോഫ്റ്റ് ഇടുമ്പോഴാണ് കുറച്ച് മോയ്സ്ചറൈസിംഗ് ആയിട്ട് തോന്നുക. അപ്പം ഞാൻ പൊതുവെ ഇപ്പോൾ ഇതാണ് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ക്രീം ഇടും, കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, മുടിച്ചിടും, വളാ. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഒരുക്കം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ഇൽഫോർട്ട് മോളിലേക്ക് പോകുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ ആ മോളിലായിരുന്നു അപ്പം പോയത്. അപ്പോൾ ഇനി ആ മോളിലേക്കാണ് പോകുക. അവിടെയും മറ്റേ ജ്വല്ലറി ഒക്കെ കിട്ടുന്ന സ്റ്റോഴ്സ് ഉണ്ട് കുറേ. അപ്പോൾ ഇനി അവിടെ പോകണം, എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിക്കുക, അവിടെ നിന്ന് ഒരു കേക്ക് മേടിക്കുക, നേരെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാനാണ് പ്ലാന്. ഇപ്പോൾ ഇവിടെ ടൈം ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് പോവും. അപ്പം ഞാനിപ്പം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നേരെ പോയി എന്താ ചേച്ചീൻ്റെ കൂട്ടത്തിലൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചേച്ചിനെ അവിടെ നിന്ന് ഇറക്കി കറങ്ങാൻ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതൊക്കെയാണ് മൈൻഡിൽ ഒക്കെ നടന്നാൽ മതി എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങണം. അപ്പോൾ എന്തായാലും ബാക്കി പോകുന്ന വഴി കാണാം. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബേസിക്കലി അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ഞാൻ വെതർ നോക്കാണ്ട് ഇറങ്ങിയത് കൊണ്ട് വളരെ പോയിട്ട് ജാക്കറ്റ് ഇട്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് ഗുഡ്, കാരണം വൈകുന്നേരം ആകുമ്പോൾ മേ ബി കുറച്ചധികം എന്നാ വെയിൽ വെറുതെ ഇവിടെ മറ്റേ ഫ്രിഡ്ജിൽ വെട്ടം വെക്കുന്ന പോലെയാണ്. അതിന് പഹ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ബേസിക്കലി ഇവിടുത്തെ വെയിലെന്ന് പറയുന്നത് ഫ്രിഡ്ജിലെ ലൈറ്റ്, അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഞാൻ വെളിയിൽ ഇറങ്ങി. ഇന്ന് ആക്ച്വലി സ്പീക്കിംഗ് ഭയങ്കര തണുപ്പൊന്നുമില്ല, കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. ഓക്കെയാണ്. എനിക്കെന്താ വെച്ചാൽ എനിക്കിങ്ങനെ കാറ്റടിക്കുമ്പോഴേ കണ്ണിന്ന് വെള്ളം വരും. അതൊരു വല്ലാത്ത ജാതി പ്രശ്നമാണ്. സൺ കിസ്, ബേസിക്കലി സൺ സ്ലാപ്ഡ്. നമ്മൾ ബസ്സിന് കൈ കാണിച്ചു, ബസ്സൊക്കെ നിർത്തി ഗൈസ്. One better. Literally into the ഭയങ്കര സ്റ്റോറാണ്. എന്താ മോളിലുള്ള ബസ്. സോ മോളിൽ വന്ന് going to purchase ഒരു കുട്ടി ബ്രേസ്ലെറ്റ് മേടിച്ചിട്ട് ഞാനിപ്പോൾ അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. കാരണം ബസ്സിൽ പോകാമെന്ന് വിചാരിച്ച ആദ്യം, പക്ഷേ ബസ്സിൽ പോയി ഒത്തിരി ടൈം പിടിക്കും. അപ്പം ലേറ്റ് ആകും. ഇപ്പോൾ തന്നെ 12 മണിയൊക്കെ കഴിഞ്ഞു, 12:30 ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പം ട്രെയിനിൽ പോകാം. കാരണം ഞങ്ങൾക്ക് ഇടയ്ക്ക് ചേച്ചി മെസ്സേജ് തരാൻ എന്താ പരിപാടിയും ചോദിച്ചിട്ട്. അപ്പോൾ ലൈക്ക് ഞാൻ ഫ്രീ ആണെന്ന് ഓൾറെഡി ചേച്ചിക്ക് അറിയാം. അപ്പോൾ ചേച്ചി ഫ്രീ ആണ്, നമ്മൾ വെളിയിൽ പോയാലെന്നൊക്കെ ചേച്ചി പറഞ്ഞാൽ എൻ്റെ പ്ലാൻ ഫുൾ ഫ്ലോപ്പ് ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ജസ്റ്റ് ഇഗ്നോർ ഹർ മെസ്സേജ്. ഇപ്പോൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് വീട്ടിലെത്തി സർപ്രൈസ് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചേച്ചിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഞാൻ മെസ്സേജിന്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ട്രെയിൻ വരാൻ ആ ട്രെയിനിലേക്ക് പോയി.
ഞാൻ പിന്നെ ഇത് അവിടുന്ന് ട്രെയിനൊക്കെ ഇറങ്ങി ചേച്ചിക്ക് വേണ്ടി ഒരു ചെറിയ കേക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. കേക്കൊക്കെ മേടിച്ച് തിരിച്ച് വരുന്ന വഴിയാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഫുൾ ക്രിസ്മസി ആണ്. പിന്നെ അവിടെ കുറച്ച് നേരം നോക്കി നിന്ന് അവരെയൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ നേരത്തെ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി. Happy birthday to you. Do your dance, go. Happy birthday to you. Happy birthday. കൈകൊണ്ട് ഇവിടെ നട്ടേതാ. അവിടെ നട്ടേതാ. Happy birthday to you. മതി. അങ്ങനെ ചേച്ചി കുളിച്ച് സുന്ദരിയായി മേക്കപ്പൊക്കെ ഇട്ട് വന്നപ്പോൾ നമ്മളിത് ആ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു. എന്താ അഭിനയല്ലേ, ലിറ്ററലി വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു പോയിട്ട് ഞാൻ എന്താ ഓൾറെഡി ഗിഫ്റ്റൊക്കെ കൊടുത്ത് ചേച്ചിയൊക്കെ കണ്ടതാണ്. പക്ഷെ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു പോയിടാൻ പറഞ്ഞപ്പോൾ ഫുള്ള് മറ്റേ എന്താ പറയുക ഇതുവരെ കാണാത്ത പോലുള്ള എക്സ്പ്രഷനൊക്കെയാണ് ഇടുന്നത്. എന്തായാലേ ഓസ്കാർ അഭിനയം. വെളിയിലിറങ്ങി ഞങ്ങള് ലഞ്ച് കഴിക്കാൻ വെളിയിൽ പോകണമെന്ന് വിചാരിച്ചത്. അങ്ങനെ 3:30 കഴിഞ്ഞു. ഇപ്പം 4 മണിയാവും. ഫുഡ് കഴിക്കാൻ പോകാൻ ഉച്ചയെന്നോ രാവിലെ രാത്രി തോന്നില്ല. എപ്പോൾ വേണം ഫുഡ് കഴിക്കും. അപ്പം ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓൻ്റെ ഞങ്ങളങ്ങനെ ട്രെയിനൊക്കെ കയറി ലണ്ടനെത്തി. വൈറ്റ് ചാപ്പലിൽ ഒരു സൊമാലിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അൽഖാഫ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ആണെങ്കിൽ നല്ല അടിപൊളി ലാംഷാൻ കിട്ടും. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ അവിടെ പോകും. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ക്രേവിങ് വന്നിട്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ ഈ വട്ടം നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അൽഖാഫിൽ പോയിട്ട് ലാംഷാൻ കഴിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളിത് ലാംഷാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അൽഖാഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് പണ്ടാരം എത്ര നേരം എന്താണെന്നറിയാം. അത് പോയി ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് വയറ് നിറഞ്ഞിരിക്കും. ഇനി അവിടെ പോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ള ഈ ഒരു പ്ലേസിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. എന്നാൽ ഇവിടെ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഈ എവർ ആഫ്റ്റർ ഗാർഡൻ ചൂസ് ചെയ്തു. അങ്ങനെ ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻസർ ഫണ്ട് റൈസിങ് അങ്ങനെയാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് മരിച്ചു പോയിട്ടുള്ള ആർക്കെങ്കിലും ഒരു മെമ്മോറിയൽ പോലെ ഈ ഒരു ഫ്ലവർ മേടിക്കുക, അവിടെ സ്റ്റാഫ്സ് ഉണ്ട് അവരോട് പറഞ്ഞാൽ അവർ ആ ഫ്ലവർ പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് സംഭവം. അതിനെന്തോ ഒരു 10 pounds അങ്ങനെ എന്തോ ആണ്. അത് നവംബർ ഹാഫ് മുതൽ എന്തോ തുടങ്ങിയിട്ട് ഡിസംബർ 18th വരെയുള്ള ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ക്ലോസ്ഡ് ആവും വീണ്ടും. അപ്പം നമ്മൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങി. How do you feel about feeling great? അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലിറ്ററലി ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. നമുക്ക് ഇട്ട് വീട്ടിൽ പോകണം. ഹവേഴ്സ് ചേച്ചി പറയൂ. ചേച്ചിക്ക് നാളാണ് ഗൈസ്. ഞാൻ ഇട്ട് വീഡിയോ എടുത്ത് നമ്മൾ വഴിമാറി പോകുന്നത്. നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ വഴിയൊക്കെ തെറ്റി വേറെ ട്രെയിനിലൊക്കെ കയറി പോയി തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു ഇന്നലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു കുഞ്ഞു കേക്ക് കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കാണുന്നത് കുറേ ആയിട്ട് വിചാരിച്ചുകൊണ്ടൊരു പ്ലേസൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ രണ്ടുപേരും ബായൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുട്ടി വീഡിയോ. ഇനിയും വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങളെയൊക്കെ ഉറപ്പിക്കാനായിട്ട് ഞാൻ വീണ്ടും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ.